പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു പകൽക്കാലം കൂടെ ദൈവം തന്നോർത്ത് സ്തുതിക്കുന്നു. ഈ എലോഹീം മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനമായി നിൽപ്പാൻ കർത്താവ് ഒരുക്കി വലിയേറിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സെട്ടദാസൻ പ്രിയ അലക്സാണ്ടർ പാസ്റ്ററേയും തന്നോടൊപ്പം ഈ ആത്മീയ ശുശ്രൂഷയിൽ ഭാഗവക്കായിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം അല്പസമയം നമുക്ക് തിരുവചനം ധ്യാനിപ്പാനായിട്ട് സമയം കണ്ടെത്താം. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാം. ഇന്ന് പകൽക്കാലം അല്പസമയ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു വേദഭാഗം സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ്. സംഖ്യാപുസ്തകം 23 അവിടെ ഒരു വാക്യം ഉള്ളത് ഇങ്ങനെയാണ്: ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല, ലക്ഷണവിദ്യയും ഇസ്രയേലിനോട് ഏൽക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആഭിചാരം ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഈ ഒരു പദപ്രയോഗം ഒത്തിരി ഉപയോഗിക്കുന്നതാണ്. അതിന് മറ്റു ചില വാക്കുകൾ ബന്ധനമെന്നും കൂടോത്രമെന്നും ആഭിചാരമെന്നും ഒക്കെ പറയുന്നു. ഇതിൻ്റെ പേരിൽ ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കാറുണ്ട്. ഇതിൻ്റെ പേരിൽ ഒരുപാട് ദൈവജനങ്ങളെ മറ്റു ചില പേടിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ പേരിൽ അനേകരുടെ ആത്മീയ ധൈര്യം ചോർന്നു പോകാറുണ്ട്. ഒരു പ്രതിസന്ധിയോ പ്രതികൂലമോ വരുമ്പോൾ അതെല്ലാം പോരാട്ടമാണ്, ബന്ധനമാണ്, ആഭിചാര ശക്തിയാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണമെന്നറിയാതെ ഓടി നടക്കുന്ന ധാരാളം പേരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അത്യാവശ്യമായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല. അതൊരു സത്യവചനമാണ്. അതിന് ഒത്തിരി കാരണങ്ങൾ ഉണ്ട്. ദൈവമക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ആഭിചാരത്തിൻ്റെ പേരിൽ ഒത്തിരി മുതലെടുക്കുന്നവരുണ്ട്. ചിന്തിക്കുക, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് തിരുവചനം പഠിക്കുമ്പോൾ എഴുതിയിരിക്കുന്ന ഒരുപാട് പ്രസക്തമായ വേദഭാഗങ്ങൾ ഉണ്ട്. ഒന്ന്, അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല. നാം രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് നമ്മൾ കാട്ടിക്കൂട്ടി വെച്ചായ ആഭിചാരങ്ങളോ നേർച്ചകളോ കാഴ്ചകളോ പൂജകളോ നമ്മുടെ അറിവില്ലായ്മ, അതെല്ലാം നമ്മുടെ അറിവില്ലായ്മയുടെ കാലമാണ്. ഒരുവൻ ക്രിസ്തുവിലായപ്പോൾ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് മുഴുവൻ കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് എഗസ്കേൽ പുറം പഠിക്കുമ്പോൾ അപ്പന്മാർ പച്ചമുതി എന്നാൽ മക്കളുടെ പല്ല് പുളിക്കുമോ? ഒരിക്കലുമില്ല. പിതാക്കന്മാർ ചെയ്തു വെച്ചത് പോലും എല്ലാ ശാപങ്ങളും ബന്ധനങ്ങളും കൂടോത്രവും ആഭിചാരവും എല്ലാം തലമുറയായി ഫലിക്കും. എപ്പോൾ വരെ? നാം എന്ന് ക്രിസ്തുവിലാകുമോ അന്ന് വരെ. കാരണം നാം ക്രിസ്തുവിലായി കഴിയുമ്പോൾ നാം ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവത്തിൻ്റെ കർത്താവായ യേശുവിൻ്റെ മക്കൾ, അല്ലെ യേശുവിൻ്റെ ശിഷ്യന്മാർ. അവർ ബന്ധിക്കപ്പെട്ടവരല്ല, ബന്ധിക്കപ്പെട്ടവരായിരുന്നു. ക്രിസ്തുവിൽ വന്നപ്പോൾ ക്രിസ്തു നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റി. ഒന്നുകൂടെ പറഞ്ഞാൽ ആമേൻ. നാം ക്രിസ്തുവിലായപ്പോൾ യേശു ക്രിസ്തു നമ്മുടെ എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു മാറ്റി എന്ന് മാത്രമല്ല, അനേകരുടെ ബന്ധനങ്ങളെ അഴിച്ചു മാറ്റുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്താൽ നാം അധികാരപ്പെട്ടവരാണ്. അത് പല ദൈവമക്കളും മറന്നു പോവുകയാണ്. അപ്പോൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിലയിൽ ബന്ധനം എന്ന വിഷയത്തെപ്പറ്റിയോ ആഭിചാര വിഷയത്തെപ്പറ്റിയോ ഭയപ്പെട്ടിരിക്കുന്നെങ്കിൽ അത് പൂർണ്ണമായി നീക്കിക്കളഞ്ഞ് നമ്മുടെ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല. വേറെ ഭാഗം നമ്മൾ വായിക്കുന്നത് ആമേൻ, നാം മക്കളെങ്കിൽ അവകാശം, നാം ദൈവത്തിൻ്റെ മക്കളാണ്. ആമേൻ. അതുപോലെ തന്നെ ക്രിസ്തു പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നാം സാക്ഷാൽ സ്വതന്ത്രരാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൽ നമുക്ക് സ്വാതന്ത്ര്യം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പഴയ ശാപത്തിനോ
പാരമ്പര്യത്തിനോ ആഭിചാരത്തിനോ അടിമയല്ല. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരായി, നാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിൻ്റെ മക്കളും സ്വതന്ത്രരും പുത്രന്മാരുമാകിയാൽ ഇനിയും നമ്മളെ പഴയ ശക്തികളൊക്കെ അടിമകളാക്കി അവകാശം പറഞ്ഞ് നമ്മുടെ പുറകെ നടന്ന് അറ്റാക്ക് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം വ്യർത്ഥമാണെന്ന്. അതൊരിക്കലും അങ്ങനെ വരികയില്ല. കാരണം പുത്രൻ നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ സാക്ഷാൽ സ്വതന്ത്രരാണ് നമ്മൾ. അതിനകത്ത് പിന്നെ ഒന്നിനും അടിമയല്ല. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതിനകത്ത് ഒന്നും ബാക്കി വെച്ചിട്ടില്ല, സകല പാപങ്ങളും. അപ്പോൾ ഈ വാക്യങ്ങളൊക്കെ ശത്രുവിനെതിരെ തൊടുത്തുവിടാനുള്ള ആയുധങ്ങളാണ്. അതുകൊണ്ട് ആ ഭയവും നിരാശയും എല്ലാം മാറിപ്പോകട്ടെ. ഇന്ന് നമുക്ക് അല്പസമയം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേത്, എന്തുകൊണ്ട് ദൈവമക്കൾക്ക് ആഭിചാരം ഫലിക്കുന്നില്ല? അതിന് ചില കാരണങ്ങൾ, ഒന്ന് ചില കാരണം ഇവിടുന്ന് ആസ്പദമാക്കിയെടുക്കാം എന്ന് വിചാരിക്കുന്നു. അതിലെ ചില കാരണങ്ങൾ അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. 23-ാം അധ്യായം 21-ാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ ഒരു കാരണം, യാക്കോബിൽ തിന്മ കാണുവാനില്ല. അതിൻ്റെ അർത്ഥം, യാക്കോബിൽ തിന്മ ഉണ്ടെങ്കിൽ ആഭിചാരം ഫലിക്കാം. അപ്പോൾ ആഭിചാരം യാക്കോബിന് ഫലിക്കുകയില്ല എന്ന് എഴുതിയിരിക്കുന്നെങ്കിലും ആഭിചാരം യാക്കോബിന് ഫലിച്ചതായി പലയിടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവജനം ദൈവ സാന്നിധ്യവും വിശുദ്ധിയും വിട്ട് പിന്മാറുമ്പോഴാണ്. അതിന് ഏറ്റവും പറ്റിയൊരു ഉദാഹരണമാണ് യെശയ്യാ പ്രവചനം 5-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു. ഇസ്രയേലിനെ പറ്റി ആലങ്കാരിക പദപ്രയോഗത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ എൻ്റെ പ്രിയതമന് മനോഹരമായ കുന്നിന്മേൽ ഒരു തോട്ടം നട്ടുണ്ടാക്കി, അതിന് ചുറ്റും വേലി കെട്ടി വളമിട്ടു. ദൈവത്തിന് സ്തോത്രം. നല്ല ഫലം കായ്ക്കുമെന്ന് കാത്തിരുന്നു. കായ്ച്ചതോ കാട്ടുമുന്തിരിയായിരുന്നു. ആ വാക്യം ഒന്നുകൂടെ നോക്കിയാട്ടെ. യെശയ്യാവ് 5-ാം അധ്യായം. യശയ്യാവിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്, ചുറ്റും വേലി കെട്ടി വളമിട്ട് വെള്ളമൊഴിച്ചു, നല്ല മുന്തിരി കായ്ക്കുന്ന കാത്തിരുന്നു, നല്ല മുന്തിരി നട്ടു, ചക്കും നാട്ടി, പക്ഷേ കായ്ച്ചതോ കാട്ടുമുന്തിരിയായിരുന്നു. വരുവീൻ, ഇസ്രയേലാകുന്ന ആ തോട്ടത്തോടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് കാണിച്ചു തരാം. അവിടെ പറയുകയാണ്, ഞാൻ അതിന് വേലി പൊളിച്ചു കളയും, മുള്ളും പറക്കാരെയും അവിടെ നിറയും. നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോൾ ദൈവം അതിന് വേലി പൊളിച്ചു കളയും, അവിടെ കാട്ടുമൃഗങ്ങൾ അതിനെ തിന്ന് നശിപ്പിച്ച് കളയുമെന്നാണ്. അപ്പോൾ ദൈവം വേലി പൊളിച്ചാൽ എല്ലാ കാട്ടുമൃഗങ്ങളും അകത്ത് കയറും. ദൈവം വേലി കെട്ടിയാൽ ഒരു ശക്തിക്കും അകത്ത് കയറാൻ പറ്റത്തില്ല. അതിന് ഉദാഹരണമാണ് ഇയ്യോബ്. ഇയ്യോബിന് ചുറ്റും ദൈവം വേലി കെട്ടി, ഭക്തനൊരു വേലി കെട്ടി. എന്നാൽ നമ്മൾ വായിക്കുന്ന സാത്താൻ അവിടെ മുഴുവൻ ഊടാടി നടന്നു. അവൻ പഠിച്ച പണി 18 നോക്കി ഇയ്യോബിൻ്റെ അകത്ത് കടക്കുവാൻ, അല്ലെ വീട്ടിൽ കടക്കുവാൻ. പക്ഷേ ഒരിക്കലും സാധ്യമല്ല. വന്ന് പറയാണ്, യഹോവയായ ദൈവമേ, അങ്ങ് ഇയ്യോബിന് ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇതുപോലെ കർത്താവിൻ്റെ സഭയായിരിക്കുന്ന മണവാട്ടിയും ചിന്തിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. അതിനുദാഹരണമാണ് ഉത്തമഗീതം പഠിക്കുമ്പോൾ സഭ കെട്ടിയടച്ച ഒരു തോട്ടമാണ്. കെട്ടിയടച്ച ഒരു തോട്ടമാണ്. യജമാനനായ ക്രിസ്തുവിന് വേണ്ടി നാം സെപ്പറേറ്റ് ആണ്. വേറെ ഒരു ശക്തിക്കും അവിടെ പ്രവേശനം ഇല്ല. അപ്പോൾ ആഭിചാരം ഇസ്രയേലിനെ ഫലിക്കത്തില്ല. അതിൻ്റെ കാരണം യാക്കോബിൽ തിന്മയില്ല. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ തിന്മ വർദ്ധിച്ചു. അവർ ദൈവത്തോട് പാപം ചെയ്തു. കാട്ടുമുന്തിരിയുടെ ഫലം എന്ന് വെച്ചാൽ ജാതീയ സ്വഭാവങ്ങൾ, ജാതീയ ആചാരങ്ങൾ, ജാതീയ ആഡംബരങ്ങൾ, ജാതീയ കൂട്ടുകെട്ടുകൾ, ജാതികളുമായി ഇണയില്ലാപ്പിണ കൂടിയ അവസ്ഥകൾ. ഇതെല്ലാം അവരുടെ പരാജയത്തിന് കാരണം ആയി തീർന്നു എന്ന് നമ്മൾ വായിക്കുന്നു. സ്തോത്രം. അപ്പോൾ യാക്കോബിൽ തിന്മ കണ്ടാൽ
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു മർമ്മം, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവമക്കളായ നമ്മൾ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ശേഷം ജീവിതത്തിൽ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ, വെച്ചു പുലർത്തുന്ന പാപങ്ങൾ, മുറുകപ്പെട്ടുന്ന പാപങ്ങൾ, വിശുദ്ധിയില്ലാത്ത പ്രമാണമില്ലാത്ത ലാഭങ്ങൾ, പിണങ്ങിയിരിക്കുക, ആമേൻ, മിണ്ടാതിരിക്കുക, കൈ കൊടുക്കാതിരിക്കുക, ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ആമേൻ കർത്തൃമേശ എടുക്കുക, പ്രാർത്ഥിക്കുക, പ്രസംഗിക്കുക, ലീഡ് ചെയ്യുക, അന്യഭാഷ പറയുക, ഇതൊക്കെ ചെയ്താൽ ഒരു പരിധി കഴിയുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മളെ വിട്ടുമാറിപ്പോകും. പാപത്തിൽ തുടർന്നായ ശൗലിൽ നിന്നും ദൈവത്തിൻ്റെ ആത്മാവ് മാറിയപ്പോൾ ദുരാത്മാവ് അടുത്ത് വന്നു എന്ന് നമ്മൾ വായിക്കുന്നു. ഇതേപോലെ ദൈവാത്മാവ് നമ്മളെ വിട്ടുപോയാൽ, ദൈവ സാന്നിധ്യം വിട്ടുപോയാൽ, ജീവിതത്തിൽ തിന്മ വെച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ, ഏറ്റുപറയാത്ത വിഷയങ്ങൾ, ഉപേക്ഷിക്കാത്ത വിഷയങ്ങളൊക്കെ സാത്താൻ നമ്മിലേക്ക് കയറി വരുവാൻ നമ്മൾ തന്നെ തുറന്നു കൊടുക്കുന്ന ഡോറാണ്. അത് അടയ്ക്കേണ്ട നമ്മളാണ്. അതാണ് പിശാചിന് ഇടം കൊടുക്കരുത്. നിങ്ങൾക്ക് തെറ്റുപറ്റിയാൽ സൂര്യൻ അസ്തമിക്കുന്നവരെ വെച്ചുകൊണ്ടിരിക്കരുത്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. യാഗം കഴിക്കാൻ വരുമ്പോൾ സഹോദരൻ നിന്നോടുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കാനല്ല, പോയി അവനുമായിട്ട് നിരന്നിട്ട് വന്നിട്ട് പ്രാർത്ഥിക്കാവൂ. ഞാൻ വിശ്വസിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ തിന്മയുടെ വശങ്ങൾ നമുക്ക് ഒറ്റമൂലി മാർഗമാണ്. ജീവിതത്തിൽ തിന്മ സംഭവിച്ചാൽ ബാക്കിയുള്ള അനേക മതങ്ങൾക്കും രക്തം കൊടുക്കണം, കോഴിയെ കൊടുക്കണം, കള്ളു കൊടുക്കണം, നേർച്ച കൊടുക്കണം, അങ്ങനെ പലവിധമായ കാര്യങ്ങളാണ്. സ്തോത്രം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 10 പൈസ പോലും മുടക്കില്ലാതെ ആമേൻ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആമേൻ. അത്രമാത്രം സൗജന്യമായ പാവമനെ ലഭിച്ചിട്ടും പല മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ നാം തന്നെ സാത്താൻ്റെ പോരാട്ടങ്ങളെ നമ്മെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്തതിന് തുല്യമാണ്. ഇതിന് ബൈബിളിൽ വേറെ പേര് പറയുന്നുണ്ട്. യെശയ്യാ 58 വായിക്കുമ്പോൾ അന്യായ ബന്ധനം, ന്യായമല്ലാത്ത ബന്ധനം, ആമേൻ, നാം തന്നെ വരുത്തി വെക്കുന്ന ബന്ധനം എന്നൊക്കെയാണ്. അപ്പോൾ യാക്കോബിൽ തിന്മ കാണുവാൻ ഇല്ല. അതുകൊണ്ട് എന്നെ കിടന്ന് പ്രിയമുള്ളവരെ, നാം ഒരു പോരാട്ടത്തിനെതിരായി പ്രാർത്ഥിക്കുമ്പോൾ, ആ വിചാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഏതെങ്കിലും പൈശാചികമായിരിക്കുന്ന എതിരികൾ വന്നു കഴിയുമ്പോൾ ആദ്യമേ ചെയ്യേണ്ടത് നമ്മുടെ ഇതിൽ തിന്മയുണ്ടോ എന്ന് കണ്ടുപിടിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചിട്ട് മാത്രമേ പ്രാർത്ഥിച്ച് അതിനോട് പോരാടാവൂ. അപ്പം യാക്കോബിന് ആഭിചാരം ഭരിക്കാത്തതിൻ്റെ ഒരു കാരണം യാക്കോബിൽ തിന്മയില്ല. രണ്ടാമത്തെ കാരണം അവിടെ പറഞ്ഞിട്ടുണ്ട്, യാക്കോബിന് ദൈവം കാട്ടുപോത്തിൻ്റെ തുല്യമായ ശക്തി കൊടുത്തിരിക്കുന്നു. കാട്ടുപോത്തിന് തുല്യമായ ശക്തി. എന്താ അതിൻ്റെ അർത്ഥം? ആമീൻ. കാട്ടുപോത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാരതത്തിൽ ധാരാളം കാട്ടുപോത്തുണ്ട്, പ്രത്യേകിച്ചും കേരളത്തിലുണ്ട്. ആമീൻ. അതിൻ്റെ തലയെടുപ്പ്, അതിൻ്റെ കൊമ്പ്, അതിൻ്റെ മസിലുകൾ, അതിൻ്റെ ആരോഗ്യം, ഒരു മൃഗവും അതിന് നേരെ നിൽക്കത്തില്ല. തരം കിട്ടിയാലും സിംഹത്തിന് പോലും നിൽക്കാൻ അത് പൊക്കിയെടുത്ത് നിലത്തടിക്കും. ആമീൻ. ആനയ്ക്ക് പോലും അതിനെ പേടിയാണ്. അത്രമാത്രം കാട്ടുപോത്തുകളുടെ കൊമ്പുകടയൊന്നും നമ്മളെ ഒരുത്തനെയും വിടുവിക്കാൻ കഴിയത്തില്ലെന്ന് ബൈബിൾ വാക്യം വരെയുണ്ട്. അപ്പോൾ കാട്ടുപോത്തിൻ്റെ ശക്തി, അതായത് ശത്രുവിനെ തകർക്കുവാൻ, ശത്രുവിനെ കീഴ്പ്പെടുത്തുവാൻ, രാജ്യങ്ങളെ പിടിച്ചടക്കുവാൻ ആമീൻ ഉള്ളതായ ആമീൻ ശക്തി ദൈവം തൻ്റെ സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ അർത്ഥം. അപ്പോൾ പഴയമത്തിലെ ഭക്തന്മാർക്ക് ആമീൻ ശത്രുവിനെ തകർക്കുവാൻ കാട്ടുപോത്തിന് തുല്യമായ അക്ഷരീയമായിരിക്കുന്ന ശക്തിയും ബലവും കഴിവും കൊടുത്തപ്പോൾ പുതിയമ വിശ്വാസികളായ നമുക്ക് പ്രതികാരവും യുദ്ധവും ഒന്നുമില്ല. എന്നാൽ നമുക്ക് തന്ന ശക്തി എന്തായിരുന്നു? നമുക്കുള്ള ശക്തിയുടെ പേരാണ് ഉയരത്തിലെ ശക്തി. ഓ ദൈവത്തിന് സ്തോത്രം. ആമീൻ. ഉയരത്തിലെ ശക്തി. ആ ശക്തി കൊടുത്ത പേരുകൾ ഇങ്ങനെയാണ്. ഒന്ന്, ഉയരത്തിലെ ശക്തി, അത്യന്ത ശക്തി, അത്യുന്നതന്റെ ശക്തി, എന്നെ ശക്തനാക്കുന്നവന്റെ ശക്തി, എൻ്റെ ബലഹീനതയിൽ എന്നെ തികഞ്ഞവനാക്കുന്നവന്റെ ശക്തി, ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം വരുത്തരുവാൻ എന്നെ വ്യാപരിക്കുന്നവന്റെ ശക്തി. ആമീൻ. പത്രോസിൽ വായിക്കുമ്പോൾ എൻ്റെ ജീവനും ഭക്തിക്കും സകലതും ചെയ്തവനും കഴിവുള്ള ദിവ്യശക്തി, ക്രിസ്തുവിനെ ഉയർപ്പിച്ച ശക്തി. ഹല്ലേലൂയ. ആമീൻ. ആ ക്രിസ്തുവിൽ വ്യാപരിച്ച അതേ ശക്തിയാണ് നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആമീൻ. ആ ശക്തിയുടെ പ്രത്യേകത, അതിന് തുല്യമായി മറ്റൊരു ശക്തിയില്ല. അതിന് മുൻപാകെ കീഴ്പ്പെടാത്ത ഒരു ശക്തിയും ഇല്ല. ആ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ശക്തിക്ക് നേരെ നിൽക്കാൻ, എതിർപ്പെടുവാൻ പറ്റിയ ഒരു ശക്തിയും ഭൂമിയിൽ വേറെ ഇല്ല.
മാത്രമല്ല ഹല്ലേലൂയ ആമേൻ, നമ്മൾ വ്യാപരിക്കുന്നതായ ഉയരത്തിലെ ശക്തിയെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു ശക്തിയും ഭൂമിയില്ല. അത്രമാത്രം ഉയരത്തിൽ നിന്ന് വന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാണ് എന്നിലും നിങ്ങളും വ്യാപരിക്കുന്നത്. നാം ആത്മാവിൽ നിറഞ്ഞവരായി ശാസിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുമാറുന്നു. നാം ആത്മാവിൽ നിറഞ്ഞവരായി പ്രാർത്ഥിക്കുമ്പോൾ അന്ധകാരങ്ങൾ അഴിഞ്ഞു മാറുന്നു. നാം ആത്മാവിൽ ആരാധിക്കുമ്പോൾ സാത്താൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറുന്നു. എന്തുകൊണ്ടാണ്? ആമേൻ, നമ്മുടെ അകത്ത് ആത്മാവിൻ്റെ നടത്തിപ്പ്, ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ പ്രാർത്ഥന, ആത്മാവിൻ്റെ കൺട്രോൾ, ആത്മാവിൻ്റെ പ്രസംഗം, ആത്മാവിൽ ജാഗരിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ അതിന് 7 അയലോക്കത്ത് സാത്താൻ ഇരിക്കാൻ കഴിയത്തില്ല. കാരണം ഹല്ലേലൂയ, അത് ദൈവ സാന്നിധ്യമാണ്. ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവ സാന്നിധ്യം നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ 68-ാം സംഗീതം വായിക്കുന്നുണ്ട്, യഹോവ എഴുന്നേൽക്കുന്നു, അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു, തീയിങ്കൽ മെഴുകുരുകുന്നത് പോലെ. ആമേൻ ഹല്ലേലൂയ, പുക പതറിപ്പോകുന്നത് പോലെ. അതായത് ദൈവ സാന്നിധ്യം നമ്മുടെ അകത്ത് വെളിപ്പെടേണ്ടതുപോലെ വെളിപ്പെട്ട് നാം അതിനെ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിൻ്റെ അടുക്കൽ ഒരു പ്രാണികൾക്കും ഇരിക്കാൻ കഴിയത്തില്ല. വെളിച്ചം ഇരുളിനെ പിടിച്ചടക്കും, ഇരുളോ ഒരിക്കലും വെളിച്ചത്തെ പിടിച്ചടക്കാൻ കഴിയത്തില്ല. അപ്പോൾ നാം വെളിച്ചമാണ്, വെളിച്ചത്തിൻ്റെ മക്കളാണ്, നമ്മുടെ കർത്താവാണ് യഥാർത്ഥ വെളിച്ചം. അങ്ങനെയെങ്കിൽ ആ ഒരു വാക്യത്തിന് മുൻപാകെ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം ധൈര്യപ്പെടട്ടെ. ഞാൻ വെളിച്ചത്തിൻ്റെ മകനാണ്. ഇരുളിന് എന്നെ പിടിച്ചടക്കാൻ ഒരിക്കലും കഴിയുകയില്ല. മാത്രമല്ല, ഇസ്രായേൽ മക്കൾക്ക് കാട്ടുപോത്തിൻ്റെ ശക്തിയാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യുന്ന ഉയരത്തിലെ ശക്തി, അത്യന്ത ശക്തി, നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വിട്ടുപോക എന്ന് പറയുവാനുള്ള ശക്തി, ആമേൻ, കീഴടക്കാനുള്ള ശക്തി. ഇന്ന് പൽക്കാലം എന്നെ എല്ലാവരും ആത്മാവിൽ നിറഞ്ഞവരായി ഞാൻ വിശ്വസിക്കുന്നു. എന്നിലും നിങ്ങളിലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിപ്പാനുള്ള സ്വാതന്ത്ര്യം നാം തന്നെ ഉണ്ടാക്കി കൊടുക്കണം, അവസരം ഉണ്ടാക്കണം, ലഭിച്ച കൃപാവരങ്ങളെ ജ്വലിപ്പിക്കണം, അല്പത്തിൽ വിശ്വസ്തനായിരിക്കണം. ദൈവം നമ്മളെ അധികത്തിന് വിചാരകന്മാരാക്കും. നാം ലഭിച്ച കൃപകളെ മൂടിവെച്ചാൽ അത് തുരുമ്പടിച്ചു പോകത്തേയുള്ളൂ. ദൈവം നമ്മളെ വിശ്വസ്തനെന്ന് എണ്ണത്തില്ല. ആമേൻ. അതുകൊണ്ട് ആമേൻ, ആ ആത്മാവിൻ്റെ ശക്തിയാൽ അതിനെ എതിർക്കണം. അപ്പോൾ ആഭിചാരം യാക്കോബിന് ഫലിക്കാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം ആമേൻ, നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന അത്യന്ത ശക്തിയാണ്. നിന്റെ കുടുംബത്തിൽ ആരാധനയുണ്ടെങ്കിൽ, കുടുംബനാഥൻ അഭിഷിക്തനാണെങ്കിൽ, പാസ്റ്റർ അഭിഷിക്തനാണെങ്കിൽ, വിശ്വാസിൽ ആത്മാവിൽ ആരാധിക്കുന്നവരാണെങ്കിൽ നിന്നെയോ നിന്റെ കുടുംബത്തെയോ നിന്റെ സഭയോ പിശാചിനെ ബന്ധിക്കാൻ കഴിയത്തില്ല. ഒരാഭിചാരവും അവിടെ അടുക്കത്തില്ല. അത് ആ ദേശം വിട്ട് ഓടിപ്പോകും. ധൈര്യമുണ്ടാകട്ടെ. മൂന്നാമത്തേത് അവിടെ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്, രാജകോലാഹലം അവരുടെ നടുവിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആഭിചാരം ഫലിക്കാത്ത രാജകോലാഹലം. എന്താ രാജകോലാഹലം? രാജാവ് എഴുന്നള്ളുമ്പോൾ ജനങ്ങൾ തങ്ങൾക്ക് രാജാവിന് പുകഴ്ചയും പുകഴ്ച വാചകങ്ങളുമാണ്. ആമേൻ, രാജാവ് നീണാൾ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞ അത്യുച്ചത്തിൽ രാജാവിനെ ആമേൻ വെൽക്കം ചെയ്യുകയാണ്. ആമേൻ, അതാണ് രാജകോലാഹലം. അത് ജനങ്ങൾ ഒന്നിച്ച് ആർപ്പിടുകയാണ്. അങ്ങനെയെങ്കിൽ രാജാതി രാജാവായ കർത്താതി കർത്താവായ നമ്മുടെ യേശു ക്രിസ്തു ആമേൻ സകല രാജത്വങ്ങളെയും ഇല്ലാതാക്കിയിട്ട് ഈ ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ച് രാജാതി രാജാവായി വാഴുവാൻ സിംഹാസനം ഇരിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. സകലത്തെ സൃഷ്ടിച്ചവൻ, സകലത്തിൻ്റെ അധികാരമുള്ളവൻ. ആ രാജാതി രാജാവിന് നാം കൊടുക്കുന്നതായ ആരാധനയാണ് രാജകോലാഹലം. രാജാവ് നമ്മുടെ നടുവിലുണ്ട്, രാജാവ് നമ്മുടെ കൂടെയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? രാജകോലാഹലം എന്ന് പറയുന്നത് നാം നമ്മുടെ ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാണ്. ആമേൻ. ആരാധന വെളിപ്പെട്ടാൽ അന്ധകാരങ്ങൾ അഴിഞ്ഞു മാറും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ യാക്കോബിന് അല്ലെ ദൈവത്തിന്റെ ജനത്തിന് ആഭിചാരം ഫലിക്കാത്തതിൻ്റെ ആമേൻ മൂന്നാമത്തെ കാരണം ജീവിതത്തിൽ ആരാധന ഉണ്ടായിരിക്കണം. ആരാധിക്കുന്ന സഭ. ആരാധന എന്ന് പറയുമ്പോൾ ആമേൻ ബഹളം അല്ല, ചുമ്മാതെ ആമേൻ തലയിട്ട് ആട്ടിയതുകൊണ്ടൊന്നും ആരാധന ആകത്തില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ആരാധന ഹൃദയത്തിൽ നിന്ന് വരണം. ആരാധന നിർബന്ധത്താൽ അല്ല വരേണ്ടത്. ആമേൻ. നമ്മുടെ സഭാ യോഗങ്ങളിൽ പോലും ആരാധനയെ നിയന്ത്രിക്കേണ്ടത് ജഡീകന്മാരായിരിക്കുന്ന ചെറുപ്പക്കാരല്ല. ആമേൻ. മുടിയും വളർത്തി കറുത്ത കുപ്പായം ഒക്കെ ഇട്ട് കറുത്ത ടീഷർട്ട് ഇട്ടുകൊണ്ട് കയറി ആടിപ്പാടാനുള്ള സ്ഥലമല്ല ആരാധന. ആരാധന നിർബന്ധത്താൽ വരുന്നതുകൊണ്ട് ആമേൻ ചെറിയെന്ന് വരുന്ന ആരാധനയുണ്ട്. എന്നാൽ ഹൃദയം നിറഞ്ഞല്ലോ വായ പ്രസ്താവിക്കുന്നത്. ആ ആരാധനയിലാണ്
ധ്യാനത്തെങ്കിൽ തീ കത്തുന്നത്. ആ തീയുടെ മുൻപാകെ ഒരന്ധകാര ശക്തിക്കും നിൽപ്പാൻ കഴിയത്തില്ല. അവയെല്ലാം കത്തി ഇല്ലാതെയാകും. അപ്പോൾ ആരാധന സഭയിലുണ്ട് രാജകോലാഹലം. നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥനയിൽ ആരാധന വെളിപ്പെട്ടാൽ ഒരന്ധകാര ശക്തിക്കും ഇരിക്കാൻ കഴിയത്തില്ല. അത് ദേശം വിട്ട് ഓടിപ്പോകും. ജീവിതത്തിൽ നമ്മൾ ആത്മാവിൽ നമ്മുടെ നടപ്പിലും ഇരിപ്പിലും ഒക്കെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇടവിടാതെ സ്തോത്രം ചെയ്യുവീൻ. ഞാൻ നിങ്ങളെക്കാൾ അധികം അന്യഭാഷ പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളും അങ്ങനെ ആയിരിക്കണം. അതൊരിക്കലും ആരും തടയരുത്. അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. അതാരും തിരിച്ചറിയുന്നില്ലല്ലോ. അപ്പോൾ നാം ആത്മാവിൽ നിറഞ്ഞവരായി ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്താൽ ആ വിചാരം നിനക്ക് ഫലിക്കത്തില്ല. ദൈവസ്തോത്രം. നിന്റെ ശത്രു ലജ്ജിച്ചു പോകും. അതിൻ്റെ ആയുധങ്ങൾ ഫലിക്കാതെ പോകും. എനിക്കറിയാം, അനേക പഠിച്ച മന്ത്രവാദികൾ നേരിട്ട് തുറന്നു പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ കൈകൊട്ടി ബഹളം ഉണ്ടാക്കി ആരാധിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. അവർക്കെതിരെയാണ് നിങ്ങൾ ആഭിചാരം ചെയ്യുമെന്നെങ്കിൽ ആ വർഗത്തോട് മാത്രം ഇത് ഫലിക്കത്തില്ല. എനിക്കെൻ്റെ ശുശ്രൂഷയിൽ ധാരാളം അനുഭവങ്ങളുണ്ട്. അനേക പ്രാവശ്യങ്ങൾ ഭൂതങ്ങൾ അലറി താഴെ കിടക്കും ആരാധിക്കുമ്പോൾ. അത് ചിലത് വാശി പിടിക്കും, പോകത്തില്ല എന്ന് പറയും. ആ സമയത്ത് ഞങ്ങൾ ഒന്നും കൂടെ ആത്മാവിൽ ശക്തമായി ഞങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് ആരാധിച്ചു കഴിയുമ്പോൾ ഈ സാത്താൻ അലറിക്കൂടെ പറയാറുണ്ട്, അയ്യോ നിങ്ങൾ ആരാധിക്കുമ്പോൾ സ്വർഗത്തിൽ തീയിറങ്ങുകയാണ്, ഞങ്ങൾക്കൂടെ ഇരിക്കാനൊക്കത്തില്ല, ഞങ്ങൾ വിട്ടുപൊക്കോളമേ, ഞങ്ങൾ കത്തിപ്പോകുമെന്ന് ഉറക്കം നിലവിളിച്ച് അലറി വിട്ടുമാറിയ അനുഭവങ്ങൾ എൻ്റെ അനുഭവത്തിൽ ധാരാളമുണ്ട്. അപ്പോൾ ആരാധന ഉള്ളിടത്ത് ആഭിചാരം ഫലിക്കത്തില്ല. മൂന്നാമത്തെ കാരണം. നാലാമത്തെ കാരണം അവിടെ പറയുന്നത് ദൈവം അവരോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവം അവരോട് കൂടെയുണ്ട്. നമ്മൾ ആവർത്തന പുസ്തകം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, യാക്കോബേ, ഇസ്രായേലേ, നീ പിടിച്ചടക്കാൻ പോകുന്ന കനാൻ ദേശമുണ്ടല്ലോ, അത് നിന്നേക്കാൾ വലിപ്പമുള്ള അനാഖ്യ മല്ലന്മാരെ കൊണ്ട് നിറഞ്ഞ സ്ഥലമാണ്. നിനക്കവരെ നേരിടാൻ ഒരിക്കലും കഴിയത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് ആകപ്പാടെ അടിമ വീടായി മിസ്രൈമിൽ കിടന്ന് ഇഷ്ടിക ഉണ്ടാക്കിയ അടിമകളാണവർ. അവർക്ക് യുദ്ധം അറിയത്തില്ല. അവിടെ ആകപ്പാടെ മോശയ്ക്ക് മാത്രമേ ഉള്ളൂ. അദ്ദേഹവും കനാനിലെത്തിയില്ല. ബാക്കി ആർക്കും തന്നെ യുദ്ധം അറിയത്തില്ല, അഭ്യാസം അറിയത്തില്ല. അപ്പോൾ നിന്നേക്കാൾ വലിപ്പവും നിന്നേക്കാൾ ശക്തിയുമുള്ള അനാഖ്യമന്മാരെ കീഴ്പ്പെടുത്തുന്ന ആർ എന്നുള്ള ചൊല്ലു നീ കേട്ടിട്ടില്ലേ? എന്ന് വെച്ചാൽ നിനക്കത് ഒരിക്കലും കഴിയത്തില്ല. അടുത്തത്, എന്നാൽ ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിനക്ക് മുന്നമേ നടകൊള്ളും. അതുകൊണ്ട് ഒരു ശക്തിക്കും നിന്റെ നേരെ നിൽക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം എന്നെ ദൈവത്തിന്റെ പൈതലേ, നമുക്കുള്ള വാഗ്ദത്തം എന്താണ്? നമുക്കുള്ള വാഗ്ദത്തം എന്ന് പറയുന്നത് ഹല്ലേലൂയ, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. കർത്താവിന് സ്തോത്രം. യേശു പറഞ്ഞു, നിങ്ങൾ 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടി വന്നാലും അവരുടെ നടുവിൽ ഞാനുണ്ട്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവാണ്. ആ ആത്മാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലുണ്ട്. ഇന്ന് പകൽക്കാലം എല്ലാ ഭയവും ഭീരുത്വവും വിട്ടുമാറട്ടെ. നമ്മൾ ആവശ്യമില്ലാതെ ദൈവത്തെ അധികം സാത്താനെ പേടിക്കുന്നതാണ് നമുക്ക് വരുന്ന വലിയൊരു ബന്ധനം എന്ന് പറയുന്നത്. ആ ബന്ധനം അഴിഞ്ഞു മാറി ഞാൻ ആരാണ്, എൻ്റെ അകത്തിയാവുന്ന ശക്തി എന്താണ്, എന്നോട് കൂടെയുള്ളവൻ ആരാണ് എന്ന് മനസ്സിലാക്കി സടകുടം എഴുന്നേറ്റ് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നിന്നേക്കാൾ വലിപ്പമുള്ള ശക്തിയുള്ള നിന്നോട് വെല്ലുവിളിക്കുന്ന അന്ധകാരത്തിന് മുഖത്ത് നോക്കി യേശുവിൻ നാമത്തിൽ വിട്ടുപോയെന്ന് പറയാനുള്ള ഒരു ധൈര്യം എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവത്തിന്റെ ദാസന്മാർക്കും ഇപ്പോൾ ഉണ്ടാകട്ടെ. അത് നിന്റെ നേരെ അടുക്കുകയില്ല, അടുക്കാൻ കഴിയത്തില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുമെന്ന. ഭൂതങ്ങൾ നമ്മളെ പുറത്താക്കുകയല്ല, നമ്മളെ കീഴ്പ്പെടുത്തും. നമ്മൾ അതിനെ പുറത്താക്കണം. ഒന്ന്, പാപങ്ങളേറ്റു പറയണം. രണ്ടാമത്തെ, ദൈവത്തെ ആരാധിക്കണം. മൂന്നാമത്തെ, ഉയരത്തിലെ ശക്തി പ്രാപിക്കണം. നാലാമതോട് ചിന്തിച്ചത്, ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിച്ചറിയണം. യേശു എന്നോട് കൂടെയുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയപ്പെടുകയില്ല. ഓടിച്ചങ്ങ് പറയാം, എനിക്കതെല്ലാം വിശദീകരിക്കാൻ പറ്റത്തില്ല. അഞ്ചാമത്തേത്, 1 യോഹന്നാൻ 1-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അതായത്
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളിലുള്ള സാത്താന്റെ അവകാശം എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ വെച്ചു പുലർത്തുന്ന ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്തായ പാപമാണ്. ആമീൻ. അപ്പോൾ പാപം എന്ന വാതിൽക്കൽ കൂടെയാണ് സാത്താൻ അകത്ത് കിടക്കുന്നത്. ആമീൻ. അതാണ് ഇസ്രായേൽ മക്കൾക്ക് പറ്റിയത്, അതാണ് ശൗലിന് പറ്റിയത്. അതിനെല്ലാം കാരണം പാപമായിരുന്നു. ശൗൽ ഒരു അഭിഷിക്തനായിരുന്നു, ആത്മാവിൽ ആരാധിച്ചവനാണ്, പ്രവചിച്ചവനാണ്. പക്ഷേ പിന്നത്തേതിൽ ദുരാത്മാവ് അവന് കടന്നു. എന്താ കാരണം? ഏറ്റുപറയാത്ത പാപങ്ങൾ. പലപ്പോഴും തനിക്ക് തെറ്റുപറ്റിയിട്ടും ദൈവാത്മാവ് ഓർമ്മിപ്പിച്ചിട്ടും ഉരുണ്ടു കളിച്ചു. ആമേ സാഹചര്യങ്ങളെ പഴി പറഞ്ഞ് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അവർ വിനയും കണിയുമായി അഭിഷിക്തന്മാർക്കെതിരെ കുശുമ്പും വൈരാഗ്യവുമായി. ഈ നിലയിൽ ഹല്ലേലൂയ ദൈവം ആത്മാവിനെ അവന് നീക്കിക്കളഞ്ഞു, പകരം ദുരാത്മാവിന് വന്നു. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം പല അവസരങ്ങൾ തന്നിട്ടും നമ്മൾ ഏറ്റുപറയാതെ വിട്ടുകളയാതെ പാപത്തിൽ തുടർന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയും ശുശ്രൂഷയും ചെയ്താൽ സാത്താൻ നമ്മൾ ഇടം കൊടുക്കുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ പറയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കൊരു തെറ്റ് പറ്റിയാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, തകർന്നു പോകത്തില്ല, നശിച്ചു പോകത്തില്ല. നിങ്ങളുടെ കാര്യം ചെയ്യണം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നിങ്ങളുടെ സകല പാവങ്ങൾ പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുമല്ലോ. ഇത്ര സൗജന്യമായ രക്ഷ 10 പൈസയുടെ മുടക്കില്ലാതെ യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി വെടിപ്പാക്കുവാൻ തയ്യാറായിരിക്കുകയും ഒന്ന് ഏറ്റുപറയുവാൻ, ഒന്ന് താഴുവാൻ, ഒന്ന് വിട്ടുകളയുവാൻ, ഒന്ന് ക്ഷമിക്കുവാൻ, ഒന്ന് ക്ഷമ ചോദിക്കുവാൻ നമ്മൾ തയ്യാറായാൽ എത്ര വലിയ ബന്ധനങ്ങൾ അഴിഞ്ഞു മാറും, എത്ര വലിയ നഷ്ടങ്ങൾ മാറിപ്പോകും, എത്ര വലിയ ശാപങ്ങൾ മാറിപ്പോകും, എത്ര വലിയ സാത്താൻ്റെ അവകാശങ്ങൾ ഒഴിഞ്ഞു മാറും. നിനക്കെതിരെ കൂട്ടം കൂടി ആലോചന കഴിക്കുന്ന എത്ര അണിയറയിലെ സാത്താന നീക്കങ്ങൾ, ആഭിചാരങ്ങൾ, അത് അവിടെ തന്നെ തകർന്നു പോകും. നീ ദൈവത്തിന് താഴെ, നീ ദൈവത്തിൻ്റെ പൈതലായിരിക്കാൻ നീ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പോൾ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം അതുകൊണ്ട് നമ്മൾ 1 പത്രോസ് ലേഖനം 1-ാം അധ്യായം അതിന് 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, നാം യേശു രക്തത്താൽ തളിക്കപ്പെട്ടവരാണെന്ന്. 1 പത്രോസ് 1-ാം അധ്യായം 2-ാം വാക്യം, നാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരാണെന്ന് എഴുതിയിരിക്കുന്ന സ്തോത്രം. എന്താ അതിൻ്റെ അർത്ഥം? ആമേൻ. പഴയ നിയമത്തിൽ കുഞ്ഞാടിൻ്റെ രക്തം ഇസ്രായേൽ മക്കളുടെ ഭവനങ്ങളിന്മേൽ, കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തളിച്ചപ്പോൾ സംഹാരദൂതൻ അവരുടെ ഭവനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി. അതിനു മുൻപ് തന്നെ ഒരു ബാധയും ആ കൂടാരത്തിന്മേൽ അടുത്തില്ല എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ പഴയമത്തിൽ അവർ കുഞ്ഞാടിനെ അക്ഷരീയമായി കുഞ്ഞാടിനെ അർത്ത് അതിൻ്റെ രക്തം ദൈവത്തിൻ്റെ കൽപ്പനപ്രകാരം അടയാളം ആയി തേച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സംഹാരദൂതൻ മാറിപ്പോയെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മൾ ആരാണ്? നമ്മൾ പത്രോസ് പറയുന്നത്, നാം യേശു ക്രിസ്തു എന്ന കുഞ്ഞാട് രക്തത്താൽ തളിക്കപ്പെട്ടവരാണ്. അപ്പോൾ യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട നമ്മുടെ മേൽ ഒരന്ധകര ശക്തിക്കും അവകാശമില്ല. നമ്മെ ക്രിസ്തുവിനെ സ്വന്തമാക്കി. ആമീൻ. യേശുവിൻ്റെ രക്തം എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, ആമീൻ, സാത്താൻ വിറയ്ക്കും. കാരണം അവൻ്റെ തലയെ തകർത്ത് കളഞ്ഞ് അവനെ ആയുധവർഗം വെപ്പിച്ച് അവനെ പരസ്യകാഴ്ചയാക്കിയ അവൻ്റെ ആയുധം പിടിച്ചു വാങ്ങി ആ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നീക്കം വരുത്തിയതായ ലോകത്തിന് പ്രഭുവിനെ പുറത്താക്കിയത് യേശുവിൻ്റെ കുറ്റമില്ലാത്ത രക്തമാണ്. ഹല്ലേലൂയ. നമുക്ക് ജയിക്കാനുള്ള രക്തമാണ്. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ആമീൻ സാത്താൻ്റെ ജോലി ദൈവമക്കളെക്കുറിച്ച് രാപ്പകലില്ലാതെ അപവാദം പറയുകയാണ്. എന്നിട്ട് പറയണം, അവർ കുഞ്ഞാട് രക്തഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനത്താലും സാത്താനെ ജയിച്ചു. അപ്പോൾ യേശുവിൻ്റെ രക്തമാണ് നമുക്കെതിരെ വരുന്ന ശത്രുവിൻ്റെ അപവാദത്തിൻ്റെ ശക്തികളെ നമ്മളെ തകർത്തു കളയുന്ന, നീതി നിഷേധിക്കുന്ന ലോകത്തിൻ്റെ ഏത് ശത്രുവിൻ്റെ തന്ത്രങ്ങളെയും ജയിക്കാനുള്ളത് യേശുവിൻ്റെ രക്തമാണ്. നമ്മൾ എബ്രായ ലേഖനം 9-ാം അധ്യായം 3-4 വാക്ക് വയ്ക്കുമ്പോഴും നമ്മളെ ആരാധനയ്ക്കായി ശുദ്ധീകരിക്കുന്ന യേശുവിൻ്റെ രക്തം എന്ന് വെച്ചാൽ ആരാധിക്കുമ്പോൾ തീ ഇറങ്ങണമെങ്കിൽ, ആരാധിക്കുമ്പോൾ ബന്ധനം അഴിയണമെങ്കിൽ, ആരാധിക്കുമ്പോൾ കെട്ടുകൾ പൊട്ടണമെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ചവരായിരിക്കണം. ആമേൻ. നമ്മൾ പാപമില്ലാത്തവരായിരിക്കണം. ദൈവത്തോടും മനുഷ്യരോടും നല്ലൊരു കുറ്റമറ്റ മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. ആ നിലയിൽ നമ്മളെ യോഗ്യരാക്കി തീർക്കുന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ യേശുവിൻ്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ഹല്ലേലൂയ ആമേൻ നമുക്ക് പ്രാഗൽഭ്യത്തോടെ ആരാധിക്കാൻ കഴിയുന്നത്. ആ ആരാധനയിലാണ് ബന്ധനങ്ങൾ അഴിഞ്ഞു മാറുന്നത്. അതുകൊണ്ട് ഹല്ലേലൂയ യേശുവിൻ്റെ രക്തത്താൽ ഞാൻ കഴുകൽ പ്രാപിച്ച്
പാപത്തിന് വിമോചനം പ്രാപിച്ച വ്യക്തിയാണെന്ന് മനസ്സിൽ ധൈര്യമുള്ള എല്ലാ ദൈവമക്കളും നിന്റെ ശത്രുവിനെ നോക്കി അമ്മേ, അത് ആരുമാകട്ടെ, മനുഷ്യനാകട്ടെ, പിശാചാകട്ടെ, ആഭിചാരമാകട്ടെ, പാരമ്പര്യമാകട്ടെ, അതിനെ നസ്രയനായ യേശുവിൻ നാമത്തിൽ നിനക്ക് എൻ്റെ മേൽ അധികാരമില്ല, ഞാൻ യേശുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ട ദൈവത്തിൻ്റെ പൈതലാണെന്ന് തൻ്റെ ഇടത്തോടെ വിളിച്ച് പറ. നിന്റെ ആ വചനം വിടുതലാണ്, ആ പ്രഖ്യാപനം സൗഖ്യമാണ്, ആ പ്രഖ്യാപനം ചില അന്ധകാരങ്ങൾ വിട്ടുമാറുകയാണ്. ഞാൻ വിശ്വസിക്കുന്ന ഈ വചനം ഇന്ന് പകൽക്കാലം വിടുതലായി വ്യാപരിക്കും. ഞാൻ എൻ്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കും, ഞാൻ എൻ്റെ വചനം അയച്ചവരെ വിടുവിക്കും. ഞാൻ അയച്ച വചനം വെറുതെ മടങ്ങി വരികയില്ല, അത് അയച്ചവൻ്റെ പ്രവൃത്തിയെ തികച്ചെടുക്കും. ഇന്ന് പകൽക്കാലം ഈ വചനം ദൈവത്തിൻ്റെ ആത്മാവ് ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന അനേകരുടെ ജീവനിൽ ധൈര്യവും പ്രത്യാശയും വർദ്ധിച്ച് വിടുതലായി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആറാമത്തത് ആമീൻ. നമുക്ക് ഹാലലിയ ആഭിചാരം ഫലിക്കാത്തതിൻ്റെ ഒരു കാരണം ദൈവം നമുക്ക് വേണ്ടി ശക്തന്മാരായ ദൂതന്മാരുടെ കാവൽ അയച്ചിട്ടുണ്ട്. അതിന് തെളിവ് പുതിയ നിയമത്തിൽ എബ്രായ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുകയാണ്, അവരൊക്കെയും രക്ഷ പ്രാപിപ്പാനുള്ള വിശുദ്ധന്മാർക്ക് വേണ്ടി അയക്കപ്പെടുന്ന സേവകാത്മാക്കളത്രേ. അവിടെ അവരൊക്കെയും എന്ന് പറയാൻ കാരണം അതിന് തൊട്ടു മുകളിൽ വരെ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവനാണ് എന്ന് പറഞ്ഞിട്ട് ദൂതന്മാരൊക്കെയും വിശുദ്ധന്മാർക്ക് വേണ്ടി ആമേൻ അയക്കപ്പെടുന്ന സേവകാത്മാക്കൾ. അപ്പോൾ ദൈവമക്കൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും അദൃശ്യ മണ്ഡലങ്ങളിൽ ശക്തന്മാരായ ദൂതന്മാരെ നമുക്ക് സെക്യൂരിറ്റിയായി നമുക്കുവേണ്ടി യുദ്ധം ചെയ്യുവാൻ ദൈവം അയച്ചിട്ടുണ്ട്. നാം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നാം ഇവിടെ ഇരുന്ന് ശാസിക്കുമ്പോൾ, നാം ഉപവാസമെടുക്കാൻ മുട്ടുകുത്തുമ്പോൾ ഹാലിയ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും ആമീൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ആമീൻ തൻ്റെ മക്കളെ വിടിയിപ്പാൻ ഹല്ലേലൂയ ആമീൻ അവൻ തൻ്റെ സൈന്യത്തെ അയച്ച് നമുക്കുവേണ്ടി യുദ്ധം ചെയ്യും. അതിനകത്ത് ധാരാളം അനുഭവങ്ങൾ പഴയ നിയമത്തിൽ കിടപ്പുണ്ട്. ആമീൻ ദാനിയേലിൻ്റെ സിംഹക്കുഴി വെച്ച് വിടിയിക്കാൻ ദാനിയേലിന് വേണ്ടി ദൈവം ഒരു ദൂതനെ അയച്ചു, സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. അശൂർ പാളയത്തെ ദൂതനെ അയച്ചു. ആമീൻ 1,80,000 പേരെ ഒറ്റ രാത്രി കൊണ്ട് കൊന്നുകളഞ്ഞു. ആമീൻ ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി വന്നായ ഗബ്രിയേലിനെ സാത്താൻ തടഞ്ഞു വെച്ചു. ദൈവം മിഖായേലിനെ അയച്ചു നമ്മൾ വായിക്കുന്നു. മോശയുടെ മരണസമയത്ത് സാത്താൻ കയറി ബാധിച്ചു, ദൈവം മിഖായേലിനെ അയച്ചു നമ്മൾ വായിക്കുന്നു. ഇതേപോലെ ഒത്തിരി അനുഭവങ്ങൾ. ഇന്ന് വിശ്വസിക്കുക, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളാണോ, ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിലാണോ, നമുക്ക് വേണ്ടി നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നെങ്കിലും ശക്തന്മാരായ ദൂതന്മാർ. ഒറ്റ ദൂതന് ഇറങ്ങിയാൽ മതി. ആമീൻ അന്ധകാരത്തിലെ വ്യാപാരങ്ങളെ തകർത്തുകളയും. ദൈവത്തിന് സ്തോത്രം. ആമീൻ ഒറ്റ രാത്രിയുള്ളൂ 1,80,000 പേരെ ഒരു ദൂതൻ നശിപ്പിച്ച് കളഞ്ഞു, കൊന്നുകളഞ്ഞു എന്നാണ് നമ്മൾ പഴയത്തിൽ വായിക്കുന്നത് അശൂർ പാളയത്തിൽ. ആമീൻ അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി അങ്ങനത്തെ ശക്തന്മാരായ ദൂതന്മാരുടെ കാവലുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വിശ്വസിക്കുക. നിന്റെ കണ്ണുകൊണ്ട് കണ്ടില്ലെങ്കിലും നിന്റെ നടപ്പിലും ഇരിപ്പിലും ദൈവം തന്നെ ദൂതന്മാർ അയച്ചിട്ടുണ്ട്. കാരണം നാം അവൻ്റെ മക്കളാണ്. നമുക്കറിയാം ആമീൻ ഒരു രാജാവിൻ്റെ മക്കൾ എവിടെയെങ്കിലും വിനോദയാത്രയിലോ എവിടെയെങ്കിലുമൊക്കെ സഞ്ചരിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകം സെക്യൂരിറ്റിയെ രാജാവ് അയക്കാറുണ്ട്. പ്രത്യേകം ഒരു സൈന്യത്തെ തന്നെ അയക്കാറുണ്ട്. അപ്പോൾ ഈ ലോകത്തിലെ രാജാക്കന്മാർ അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇത്രയും പ്രൊട്ടക്ഷൻ കൊടുക്കുമെങ്കിൽ സ്വർഗത്തിലെ രാജാവായ കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് നാളെ തന്നോടുകൂടെ എന്നേക്കും വാഴേണ്ടതിനും വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതായ അപ്പോൾ തന്നെ അവൻ്റെ മക്കളായിരിക്കുന്നതായ നമ്മളെ വെറുതെ വിടുമോ? ഒരിക്കൽ ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല. ആമീൻ ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും. കർത്താവിൻ്റെ ദൂതന്മാരുടെ കാവൽ നമുക്കുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനഭാഗം വായിക്കുമ്പോൾ ഒരു ദോഷവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവർ പാളയമിറങ്ങി നിന്നെ വിടുവിക്കും. 91-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ 14-ാം വാക്യത്തിലും 91-ാം സങ്കീർത്തനത്തിൻ്റെ 11-ാം വാക്യത്തിലും അതേപോലെ 34-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിലൊക്കെ ദൂതന്മാരെ നമുക്ക് അയച്ച് കാവൽ ചെയ്യുന്ന വിഷയമാണ് നാം അവിടെ കാണുന്നത്. അപ്പോൾ അവൻ്റെ ശക്തന്മാരായ ദൂതന്മാർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ മറന്നു പോകരുത്. എന്തുകൊണ്ട് നമുക്ക് ആഭിചാരം ഫലിക്കത്തില്ല? ഒന്ന്, നമ്മുടെ കുറവുകൾ ഇല്ല. യാക്കോബിൽ തിന്മ കാണുവാനില്ല. 2 കാട്ടുപോത്തിൻ്റെ ശക്തി. അതിന് പകരം നമുക്ക് ഉയരത്തിലെ ശക്തി. മൂന്നാമത്തത് രാജകോലാഹലം ആരാധന ജീവിതത്തിലുണ്ട്. 4-മത്തത് ദൈവ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. 5-മത്തത്
യേശുവിൻ്റെ രക്തത്താൽ നാം ശുദ്ധീകരിച്ചുകൊണ്ട് നമ്മുടെ പാപക്കറകളെ കഴുകി മാറ്റി. അതുകൊണ്ട് ഇനി സാത്താന് നമ്മുടെ മേൽ അധികാരം ഇല്ല. അടുത്ത നമ്മൾ വായിച്ചത് അവൻ്റെ ശക്തന്മാരായ ദൂതന്മാരുടെ കാവൽ ദൈവം നമുക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് നീ പേടിക്കേണ്ട കാര്യമില്ല. രാത്രിയാകട്ടെ, പകലാകട്ടെ, ശവക്കോട്ടയിലാകട്ടെ, നിന്റെ വീടിന് ചുറ്റും ഏത് മന്ത്രവാദിയോ ശവക്കോട്ടയോ ഉണ്ടാകട്ടെ, അമ്പലമോ മറ്റൊന്നുണ്ടാകട്ടെ, നീ അതിനെ പേടിക്കുകയല്ല, അതിന് നിന്നെ പേടിയാണ്. കാരണം നിന്റെ ശരീരത്തിൻ്റെ മിടുക്കല്ല, തിയോളജി അല്ല, നിന്റെ അകത്ത് വ്യാപരിക്കുന്ന ഉയരത്തിലെ ശക്തി, അത്യന്ത ശക്തി. നീ ആത്മാവിൽ നിറഞ്ഞവനായി ആമേൻ നീ നടക്കുമ്പോൾ നീയല്ല നടക്കുന്നത്, ദൈവത്തിൻ്റെ അത്യന്ത ശക്തിയാണ് നടക്കുന്നത്. നിന്റെ നേരെ ഒരുത്തിനും നിൽപ്പാൻ കഴിയത്തില്ല. ആമേൻ ഞങ്ങൾക്ക് ധാരാളം അനുഭവങ്ങളും, ഞാനിപ്പോൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അതിൻ്റെ 40 വർഷത്തിലധികമായി ധാരാളം സഭകൾ അനേക ഗ്രാമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടേക്ക് ഇങ്ങനത്തെ ഒരുപാട് ഏറ്റുമുട്ടലുകൾ നടത്തിയിട്ടുണ്ട്. അവിടെയെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആഴമായ ആ വിശ്വാസവും ധൈര്യവും കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ അനേക ശക്തിയിലെ കീഴടങ്ങി ജനം വിടുവിക്കപ്പെടുന്നത് കാണുന്ന കർത്താവ് വേണ്ടിയാണ്. ചിലതൊക്കെ അലറി വിട്ടുപാറുമ്പോൾ സത്യം തുറന്നു പറയും, ഞാനാണ് ഇവിടെ ഇത്രയും നാശം ഉണ്ടാക്കിയത്, ഞാനാണ് ഇന്ന വർഷം ഇത്രാം തീയതി ഇന്നപോലെ ചെയ്തതെല്ലാം പറയാറുണ്ട്. പക്ഷേ ഞങ്ങളതിന് അവസരം കൊടുക്കാറില്ല. യേശു എന്ന് വിട്ടുപോകാൻ പറയും. അപ്പോൾ ഞങ്ങൾക്കത് അനുഭവത്തിൽ നിന്ന് പറയുന്നതായതുകൊണ്ട് ഞങ്ങൾക്കൊരു പ്രാഗൽഭ്യം ഉണ്ട്. അതുപോലെ ഇത് കേൾക്കുന്ന എല്ലാവർക്കും അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇനിയും അടുത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എഫേസ്യ ലേഖനം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ ആഭിചാരം നമുക്ക് ഫലിക്കാത്തതിൻ്റെ മറ്റൊരു കാരണം യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുപ്പിനായി രക്ഷയിലേക്ക് വേർതിരിക്കുക മാത്രമല്ല, നമ്മളെ വീണ്ടെടുത്ത ശേഷം ക്രിസ്തു തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. ഓ, എത്ര അനുഗ്രഹമാണ്! നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. എത്ര പേർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? എന്താണ് ഈ മുദ്ര? മുദ്രയെപ്പറ്റി ഒത്തിരി കാര്യങ്ങൾ ബൈബിളുണ്ട്. വെളിപ്പാടത്തിലുണ്ട് മുദ്രയെപ്പറ്റിയുണ്ട്, പഴയമത്തിലുണ്ട് മുദ്രയെപ്പറ്റിയുണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ മറ്റ് പല ഭാഗങ്ങളും മുദ്രയെപ്പറ്റിയുണ്ട്. ഗുരുതരത്തിൽ എഴുതിയിട്ടുണ്ട്. വെളിപ്പാട് എഫേസ്യത്തിൽ തന്നെ വീണ്ടും പറഞ്ഞിട്ടുണ്ട് ഈ മുദ്രയെപ്പറ്റി. അപ്പോൾ നമ്മുടെ സമയം കഴിയാറാകുന്നുണ്ട്, ഒന്നും വിശദീകരിക്കാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം, മുദ്ര എന്ന് പറയുമ്പോൾ ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അവൻ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റോ എയർഫോഴ്സോ ആർമിയോ എന്തും ആകട്ടെ, ദൈവത്തിന് സ്തോത്രം, അവരുടെ മേൽ ഹല്ലേലൂയ അവർക്കൊരു ഡ്യൂട്ടി ഡ്രസ്സുണ്ട്, അവർക്കൊരു എംബ്ലമുണ്ട്. ആ എംബ്ലം വെച്ചുകൊണ്ട് അവർ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആർക്കും കണ്ടാൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. എന്താ കാരണം? ഇവൻ ഇന്ന സർക്കാരിൻ്റെ ഇന്ന ഡ്യൂട്ടിയിലിരിക്കുന്ന ആളാണ്. അവനെ ഡ്യൂട്ടിയിൽ ഇരിക്കുന്നിടത്തോളം കാലം അവനെ ആരെങ്കിലും അറ്റാക്ക് ചെയ്താൽ അത് രാജ്യദ്രോഹമാണ്. ഗവൺമെൻറ് ക്ഷമിക്കത്തില്ല. അവനെന്തൊരു അപകടം പറ്റിയാൽ ഉത്തരവാദിത്വം ആർക്കാ? ഗവൺമെൻറ്റിനാണ്. ഇതേപോലെ നാം എല്ലാവരും ദൈവരാജ്യത്തിൻ്റെ വാക്താക്കളാണ്, ഇത് പട്ടാളക്കാരാണ്, നാം അവകാശികളാണ്. നമ്മളെ നിയോഗിച്ച ഒരു കർത്താവുണ്ട്. ആ കർത്താവ് നമ്മളെ ലോകത്തിൽ തനിക്കായി സെപ്പറേറ്റ് ആക്കിയിരിക്കുകയാണ്. അതാണ് യേശു തൻ്റെ ആത്മാവിനെ നമ്മളെ മുദ്രയിട്ടു എന്ന് വെച്ചാൽ, മുദ്രയിടപ്പെട്ട ദൈവമക്കളെ ലോകത്തിന് അറിയത്തില്ല. കാരണം സാത്താൻ അവരുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ മുദ്രയിടപ്പെട്ടവരെ സാത്താന് കണ്ടാൽ അറിയാം. എങ്ങനെ അറിയാം? അവന് യേശുവിൻ്റെ രക്തത്താൽ മുദ്രയിടപ്പെട്ടതുകൊണ്ട് ഇവൻ എൻ്റെ വകയല്ല, ഇവൻ കർത്താവായ യേശുവിൻ്റെ വകയാണ്. ഇവനോട് ഞാൻ കളിച്ചാൽ ഇവൻ യേശു ക്രിസ്തു എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയോട് കളിക്ക് തുല്യമാണ്. ദൈവത്തിന് സമയത്തിനു മുമ്പേ ഈ സാത്താനെ ദണ്ഡിപ്പിക്കാനും പാതാളത്തിൽ ചങ്ങലടിന്തിക്കാനും അധികാരമുള്ളവനാണ്. അതുകൊണ്ട് വെറുതെ ഒന്നും കയറി സാത്താൻ നമ്മളെ അറ്റാക്ക് ചെയ്യരുത്. നമ്മളെ മുദ്രയിട്ടത് നമ്മ കർത്താവിൻ്റെ വകയായി ദൈവരാജ്യത്തിന് വാക്താക്കളായി നമ്മളെ സ്വർഗമാണ് മുദ്രയിട്ടിരിക്കുന്നത്. ആ മുദ്ര ഉള്ളിടത്തോളം കാലം ഒരുത്തനും അന്യായമായി നമ്മളെ ഉപദ്രവിക്കുവാനോ നമ്മളെ തകർക്കുവാനോ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഏറ്റെടുക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനങ്ങളൊക്കെ ഇന്ന് പകൽക്കാലം ശക്തമായ വിടുതലുകളായി വ്യാപരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. അപ്പോൾ ആത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടിരിക്കുന്നു. അടുത്ത നമ്മൾ വായിക്കുന്നത് ഈ അഭിചാരം നമുക്ക് ഫലിക്കാത്തതിൻ്റെ കാരണം മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു കർത്താവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്നവരെ എല്ലാവരെയും ശിഷ്യരാക്കിക്കൊള്ളണം എന്ന് പറഞ്ഞങ്ങ് മാറിപ്പോയിരുന്ന നേതാവല്ല. പിന്നെ ആരാ? അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വാഗ്ദത്തമാണ്. യേശുവിൻ്റെ വാഗ്ദത്തങ്ങളൊന്നും
നിവൃത്തിയാകാതെ ഇരുന്നിട്ടില്ല. യേശു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇന്നും അത് നടക്കുന്നു. നമ്മൾ കാണുന്നു, നമ്മൾ കേൾക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അത് ഇന്നും നടക്കുന്നു, അത് നമ്മൾ കാണുന്നു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ മരിച്ചിട്ട് തിരിച്ചു വരും. അതേപോലെ സംഭവിച്ചു. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയതുപോലെ പിന്നെ നിങ്ങളെ ചേർക്കാൻ മടങ്ങി വരും. അതും അതേപോലെ തന്നെ ഇനി സംഭവിക്കും. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ ഒരു വാക്യം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലേക്കൊന്ന് പതിയട്ടെ. ഞാൻ ഒറ്റയ്ക്കല്ല. സർവശക്തനായവൻ, അധികാരമുള്ളവൻ, പിശാചിൻ്റെ തലയെ തകർത്തവൻ, അവനെ ദണ്ഡിപ്പിക്കുവാനും പാതാളത്തിൽ ചങ്ങലയിട്ട് ബന്ധിക്കുവാനും അധികാരമുള്ളവൻ, സകലത്തെ സൃഷ്ടിച്ചവനും പുരാതന കാലം മുതൽ സകല സമ്പത്തിൻ്റെ ഉടമസ്ഥനായ യേശു, എൻ്റെ വീണ്ടെടുപ്പുകാരൻ, എൻ്റെ അരുമ മണവാളൻ, എൻ്റെ രാജാതി രാജാവ്, അവൻ്റെ സാന്നിധ്യം എന്നോട് കൂടെയുണ്ട്. ഞാൻ കിടക്കുമ്പോൾ, ഞാൻ നടക്കുമ്പോൾ, ഞാൻ ശത്രുഭീതിയിലാകുമ്പോൾ, ഞാൻ ഒറ്റപ്പെടുമ്പോൾ, ഞാൻ നെടുവേർപ്പെടുമ്പോൾ, ഞാൻ ഉപവസിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ശത്രു എന്നെ വെല്ലുവിളിക്കുമ്പോൾ, യേശു എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ആ ഒരു വലിയ ധൈര്യമായിരുന്നു ആമേൻ ദാവീദിന് ലഭിച്ചത്. ദാവീദ് പറഞ്ഞത്, ഫെലിസ്ത്യ, നീ നിന്നിച്ച് യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കീറിക്കളയും. യഹോവയുടെ നാമത്തിൽ കരടിയെയും സിംഹത്തെയും കീറുവാൻ എനിക്ക് ശക്തി തന്നവൻ നിന്നെയും കീറിക്കളയും. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ, നീ പ്രാർത്ഥിച്ച് മേടിച്ച ഒത്തിരി അനുഭവങ്ങൾ നിനക്കുണ്ട്. ദാവീദ് പറഞ്ഞ പോലെ ആ അനുഭവങ്ങളെ തിരിച്ചെടുത്തുകൊണ്ട് അന്ന് നടത്തിയ ദൈവം ഇന്നും ഇവിടെയും എന്നെ നടത്തും. നിന്റെ ശത്രുവിൻ്റെ വലിപ്പമല്ല നീ കാണേണ്ടത്, നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ വലിപ്പം. ഹല്ലേലൂയ. നിന്റെ ശത്രുവിൻ്റെ വെല്ലുവിളിയല്ല നീ കേൾക്കേണ്ടത്, നീ സേവിക്കുന്ന ദൈവത്തിന് നിന്നോടുള്ള വാഗ്ദത്തങ്ങളാണ്. നിന്റെ ശത്രുവിൻ്റെ അധികാരത്തെ അല്ല നീ കാണേണ്ടത്, ദൈവം നിനക്ക് തന്ന ചില അധികാരമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അതെടുത്തുകൊണ്ട് യുദ്ധം ചെയ്യുവാൻ, പടക്കളത്തിലേക്ക് എടുത്തിയാടാം. ഞാൻ വിശ്വസിക്കുന്നു ഈ വചനം നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്താൽ ഇന്ന് തന്നെ വിടുതല, നിങ്ങളുടെ കുടുംബത്തിൽ വിടുതല, നിന്റെ തലമുറയ്ക്ക് വിടുതല. ചില നന്മകളെ തടഞ്ഞു വെച്ച അന്ധകാരങ്ങൾ മാറിപ്പോകും. ശത്രു അടച്ചു വെച്ച ചില വാതിൽ തുറന്നു വരും. അതുകൊണ്ട് ആത്മീയ ആയുധം എടുക്കാം. ആഭിചാരം യാക്കോബിന് ഫലിക്കത്തില്ല. നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയത്തുകയാണ്. ശക്തനായവൻ നമ്മോട് കൂടെയുണ്ട്. ഒരു നിമിഷം നമുക്ക് തലവണക്കം പ്രാർത്ഥിക്കാം. എനിക്ക് ഇപ്പോൾ മറ്റൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്യുകയാണ്. കർത്താവ് വീണ്ടും കാണാൻ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് കേട്ട ദൂതിന് മുൻപാകെ എല്ലാവരും തങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ധൈര്യത്തോടെ ആയുധമെടുത്ത് മുന്നേറൂ. യേശുവിൻ നാമത്തിൽ ശാസിക്ക് വിടുതലുണ്ട്. നിന്നെ തന്നെ ശുദ്ധീകരിക്കാൻ നമ്മൾ ചിന്തിച്ചത്, ആമീൻ, യാക്കോബിൽ തിന്മയില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം ഹല്ലേലൂയ, യാക്കോബിൽ തിന്മ കാണുവാനില്ല. അതുകൊണ്ട് ആഭിചാരം ഫലിക്കത്തില്ല. ഉയരത്തിലെ ശക്തി നമുക്കുണ്ട്. രാജകോലാഹലം ആരാധനയുണ്ട്. പിന്നെ രക്തത്താൽ നാം ശുദ്ധീകരിക്കപ്പെട്ടു, രക്തത്താൽ തളിക്കപ്പെട്ടു. ദൂതന്മാരുടെ കാവൽ നമുക്കുണ്ട്. ആത്മാവിൻ്റെ മുദ്ര നമുക്കുണ്ട്. ദൈവസാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ആമീൻ. ഇതിൽ കൂടുതൽ എന്താ കർത്താവ് ഓഫർ ചെയ്യേണ്ടത് നിങ്ങൾക്ക്? ഹല്ലേലൂയ. ഇത്രയും വാക്യങ്ങൾ ഏറ്റെടുത്ത് ശത്രുവിനെ അടരാടുവാൻ ഇന്ന് വചനമാകുന്ന ആയുധമെടുക്കാം. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം.